നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സെഞ്ചുറിയേക്കാൾ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യം. സഞ്ജു സാംസൺ മികച്ച പ്രകടനം നടത്തിയതിന് ശേഷം സംസാരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, CSK പരാജയപ്പെടുത്തുമ്പോൾ കിടിലൻ ബാറ്റിംഗ് പ്രകടനമാണ് ചേട്ടൻ്റെ ഭാഗത്തു നിന്ന്. 52 പന്തുകൾ 7 4 6 6 അടക്കം 87 റൺസ് അടിച്ചിട്ട് അദ്ദേഹം പുറത്താകാതെ നിന്നു. കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും സെഞ്ചുറിയേക്കാൾ ഇമ്പോർട്ടൻസ് ഇങ്ങനെ കളി ജയിപ്പിക്കുക, ഫിനിഷ് ചെയ്യുക, നോട്ട് ഔട്ടായിട്ട് നിൽക്കുക, അതാണ് പ്രധാനപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. അതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് എന്ന്. ഫിനിഷിങ് നോട്ട് ഔട്ട്, വിന്നിങ് ദി ഗെയിം ഗീവ്സ് യു മോർ സാറ്റിസ്ഫാക്ഷൻ, അതാണ് ചേട്ടൻ്റെ പോളിസി. പിന്നെ ചേട്ടൻ എന്ന് വിളിക്കുന്നതിനേക്കാൾ സഞ്ജു എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ദേ ആർ കോളിംഗ് മീ ചേട്ടാ ബട്ട് ഐ ലൈക്ക് സഞ്ജു മോർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, ഞാൻ എൻ്റെ ഇനീഷ്യൽ മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇറ്റ് ഹാസ് ബീൻ കമ്മിങ് ഓഫ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് ഇയേഴ്സായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ടാക്റ്റിക്കൽ. അതുപോലെ തന്നെ ബൗളേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. ഏറ്റവും ടു ബി ഓണസ്റ്റ്, അദ്ദേഹം ഇപ്പോൾ കൂടുതൽ ശാന്തനാണല്ലോ കളിക്കളത്തിൽ എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്. ടു ബി ഓണസ്റ്റ്, ഞാൻ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്, കാമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ എന്നെ മിഡിലിൽ അങ്ങനെ കാണുന്നുണ്ടാവും. നൗ സോ യു ഫീൽ ഐ ആം കാം. പക്ഷേ യഥാർത്ഥത്തിൽ കളിക്കളത്തിന് പുറത്തും ഈവൺ ഔട്ട്സൈഡ് ഞാൻ വളരെ കാമാണ്. പിന്നെ ഞങ്ങൾ ചേസ് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയിട്ട്, വിക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കിയിട്ട് നമുക്ക് ചേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഈവൺ ഇഫ് വി വർ 35 ഫോർ നോ ലോസ്, പവർ പ്ലേയിൽ അത്രേ അടിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും മിഡിൽ ഓവറുകളിൽ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തോട് സെഞ്ചുറിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. 87 റൺസാണ്. സെഞ്ചുറിയിലേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ എത്താമായിരുന്നു. പക്ഷേ സെൽഫിഷായിട്ട് അദ്ദേഹം മറുഭാഗത്ത് കാർത്തികിനോട് സിംഗിൾ എടുക്കാനൊക്കെ പറഞ്ഞൊക്കെ ചെയ്യണമായിരുന്നു. പക്ഷേ സഞ്ജു അത് ചെയ്തില്ല. കാർത്തികിൻ്റെ കളി കളിച്ചു, സഞ്ജുവിൻ്റെ കളി കളിച്ചു. നോട്ട് ഔട്ടായിട്ട് സഞ്ജു കളി ഫിനിഷ് ചെയ്തു. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഐ ഹാഡ് ടു ബി ബിറ്റ് ടു സെൽഫിഷ് ടു ഗെറ്റ് 100. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ആവശ്യമില്ല, കളി ജയിക്കട്ടെ എന്നാണ്. സോ നോട്ട് ഔട്ടായിട്ട് ഫിനിഷ് ചെയ്യുക, മത്സരം വിജയിക്കുക, അത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകും. അതാണ് സഞ്ജുവിൻ്റെ പോളിസി. ഏതായാലും സഞ്ജു CSKക്ക് വേണ്ടി ഈ സീസണിൽ ഇപ്പോൾ 400 റൺസ് കടന്നു കഴിഞ്ഞു. ചേട്ടനാണ്, വേണ്ട സഞ്ജുവാണ് CSKയുടെ നട്ടെല്ലെന്ന് ഋതു പറയുന്നത് വെറുതെയല്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.